Praise Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Praise Lord. Praise Lord. Praise Lord. Glory to God. Glory to God. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ആത്മപകർച്ച കോട്ടയം യൂത്ത് പ്രയർ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന വിമൻസ് ഫെലോഷിപ്പിൻ്റെ കൃപയുടെ കൂട്ടവകാശികൾ എന്ന ശീർഷകത്തിൽ ഈ ദിവസം ആദ്യമായി ആ മീറ്റിംഗ് തുടങ്ങുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ ഗ്ലാഡ്സൺ പാസ്റ്റർ, തൻ്റെ പ്രിയ പത്നി കെസിയ ഗ്ലാഡ്സൺ, തന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എസ്പെഷ്യലി ബെൻസൺ ബ്രദർ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഈ സമയം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഒരാഴ്ചയ്ക്ക് മുൻപ് പ്രിയ കെസിയ ഗോ ഫോർ ജീസസ് റിവൈവൽ വർഷിപ്പേഴ്സ് എന്നുള്ള ഞങ്ങളുടെ പേജിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. അനന്തരം ആത്മപകർച്ച കോട്ടയം യൂത്ത് പ്രയർ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ കൃപയുടെ കൂട്ടവകാശികൾ എന്ന ടൈറ്റിലിൽ ആരംഭിച്ചിരിക്കുന്ന ഈ വിമൻ ഫെലോഷിപ്പിനെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ആദ്യ ദിവസം എന്നെ ക്ഷണിക്കുകയും കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ എനിക്ക് പ്രേരണ തരികയും എന്നെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള നന്ദിയും വന്ദനത്തെയും ഈ സമയം അറിയിക്കുകയാണ്. ഈ സമയം ലൈവിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും, പ്രിയ സഹോദരി സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ലോക്ക്ഡൗണിന് മുൻപ് തിരുവല്ലായിൽ എല്ലാ മാസവും എംപവറിംഗ് വിമൺ എന്ന പേരിൽ സഹോദരിമാർക്ക് വേണ്ടി മീറ്റിങ്ങുകൾ നടന്നു വരാറുണ്ടായിരുന്നു. അത് അനേക സഹോദരിമാർക്ക്, അനേക ദൈവദാസിദാസന്മാർക്ക് അത് വളരെ പ്രയോജനകരമായിരുന്നു. ആ ശുശ്രൂഷ തന്നെ കൂടി വന്നൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിൽ ആ മീറ്റിംഗ് നടത്തുവാനിടയായി. ഇപ്പോഴും ആ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ജോയിൻ ചെയ്യുവാനും ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും താല്പര്യമുള്ളവർ ആ ശുശ്രൂഷയിൽ സഹകരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നൽകിയ നല്ല അവസരം ദൈവം നൽകിയതാണ്. ഞാനത് തിരിച്ചറിയുന്നു. അനേക അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണിതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വിഷനോടൊപ്പം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ കിങ്ഡം കൾച്ചറിനോടൊപ്പം ഞാനും നിൽക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥിക്കണം ദൈവജനം, ഒരുങ്ങണം ദൈവജനം, ദൈവവചനത്തിൻ്റെ കൂടെ ഇരിക്കണം ദൈവജനം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി.
ലോക സംഭവങ്ങൾ, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, നമ്മുടെ രാജ്യങ്ങളിൽ ലോകമെമ്പാടും ഒരു പ്രത്യേക പ്രതിഭാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. I thought the whole world is waiting for something and God is doing something. I believe it. Our Lord is doing freshly. Our Lord is preparing a new generation for His kingdom. ഞാനത് വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തിനകത്തേക്ക് ഒരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന ചില ദിവസങ്ങളാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരാധനാലയങ്ങളെ അടച്ചു കിടക്കുന്നതുള്ളൂ, വീടുകൾ തുറന്നു കിടക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതിനായി എപ്പോൾ വേണമെങ്കിലും അവൻ്റെ പാദപീഠത്തിൽ നമ്മൾക്ക് ആശ്രയിക്കാവുന്നതാണ്. ഈ സമയവും കർത്താവ് നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് എനിക്ക് തന്ന ഒരു ദൂതാണത്. ആ ദൈവവചന ചിന്ത ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുവാനും എന്നെ ഒന്നുകൂടെ ഉണർത്തുവാനും ഇടയായി. ആ ദൈവവചന ചിന്ത തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ സമയം ലൈവിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ആ ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപായി എൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിൽ ആയത്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ ഇറങ്ങുവാനുണ്ടായ സാഹചര്യങ്ങൾ, അതിൻ്റെ ഒരു കൊച്ചു ഭാഗം, ഒരു ചെറിയ പോർഷൻ മാത്രം പറഞ്ഞ് ഞാൻ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അനുഗ്രഹീതരായ മാതാപിതാക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവരാൽ ആവോളം ചെലവിടുകയും കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ മാതാപിതാക്കളെ ദൈവം എനിക്ക് നൽകി തന്നു. ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ. അവർ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി തന്നു. മാന്യമായ ജോലിയിൽ എത്തിപ്പെടുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ദൈവം നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അന്യഭാഷ അടയാളത്തോടുകൂടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് IPCയുടെ ഹെബ്രോൻ കുമ്പനാട് വെച്ച് സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് ദൈവം എന്നെ ഉയർത്താനിടയായി. മറ്റൊന്നിനുമല്ല, 2000 വാക്യങ്ങൾ കാണാതെ പറഞ്ഞതിന് അനേകം ഗിഫ്റ്റുകൾ, അനേകം ഉപഹാരങ്ങൾ, യൂറോപ്യൻ കോയിൻസ്, യൂറോപ്യൻ മണി ദൈവം എൻ്റെ കയ്യിൽ തന്നത് ഞാൻ ഈ സമയം ഓർക്കുന്നു. അന്നെനിക്കറിയില്ലായിരുന്നു അതിൻ്റെ വാല്യൂ എത്ര, ഡോളറിൻ്റെയും യൂറോയുടെയും ഒക്കെ വില എത്രയെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ചെറിയ പ്രായത്തിൽ ദൈവം എനിക്ക് അതെല്ലാം നൽകി തരാനിടയായി. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ആ വലിയ വേദിയിൽ കർത്താവിൻ്റെ വചനം കാണാതെ പറഞ്ഞതിന് സർവശക്തനായ ദൈവം എന്നെ ഉയർത്തുവാനിടയായി. ആ ദൈവവചനത്തിൻ്റെ ശക്തി വെറുതെ ഓർമ്മയിൽ മാത്രം തങ്ങി നിൽക്കുകയായിരുന്നില്ല. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ അന്ന് തന്ന ആ വചനങ്ങളിലൂടെ അനേകരിലേക്ക് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അന്നേ എൻ്റെ മേൽ പദ്ധതി ഉണ്ടായിരുന്നു. അല്ല, ഒന്നുകൂടെ ആത്മാവിൽ ഞാനതിനെ തിരിച്ചറിയുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്, അല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ കണ്ണെന്നെ കണ്ടിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുന്ന പദ്ധതികൾ എൻ്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് സർവശക്തനായ കർത്താവിന് മുഴുവൻ മഹത്വവും അർപ്പിക്കട്ടെ.
കർത്താവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. തുടർന്ന് നല്ല വിദ്യാഭ്യാസ മേഖലകൾ ദൈവം നൽകി തരുവാനിടയായി. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബിരുദം നേടി. MSc ഞാൻ പഠിച്ച കോഴ്സിൽ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയ എല്ലാവരിൽ നിന്നും 12ാമത് ആളായിട്ട് ആ ഒരു നല്ല പൊസിഷനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഉയർത്തുവാനിടയായി. തുടർന്ന് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്നും എറണാകുളം ജില്ലയിലുള്ള തിരുവല്ല മർത്തോമ കോളേജിൽ 9 വർഷത്തോളം BSc സുവോളജി വിഭാഗത്തിലും MSc സുവോളജി വിഭാഗത്തിലും ഒരു ലെക്ചറായിട്ട് സേവനം അനുഷ്ഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, പെരുമ്പാവൂർ മർത്തോമ കോളേജ് ഒരു വിമൻസ് ഓൺലി കോളേജാണ്. ആ കോളേജിൽ പഠിപ്പിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആ പഠിപ്പിക്കുന്ന വേളകളിലും ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുവാൻ ഇങ്ങനൊരു ടേബിളിൽ ഇരിക്കുന്ന സമയത്തെല്ലാം ഒരു ബൈബിൾ എൻ്റെ ടേബിളിനകത്തുണ്ടായിരുന്നു, എൻ്റെ ഡ്രോയ്ക്കകത്തുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റാറില്ല. രാവിലെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നതിന് മുൻപായിട്ട് തന്നെ ആ ദൈവവചനം തുറന്ന് വായിക്കും. പോരുന്നതിന് മുൻപും ദൈവവചനം തുറന്ന് വായിക്കും. പക്ഷെ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഒരു ഊർജം, ഒരു എനർജി, ഒരു പ്രസൻസ്, കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതിനേക്കാൾ ഒരു വലിയ സന്തോഷം, ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ, ഒരു വലിയ തൃപ്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നാളുകളിൽ എനിക്ക് തരുവാനിടയായി. ഞാൻ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഒരു ദൈവദാസനായിരിക്കും എന്നെ വിവാഹം കഴിക്കുന്നതെന്ന്. പക്ഷേ എന്നാൽ 2012 പ്രിയ ഗ്ലാസൻ പാസ്റ്ററിനും കെസ്സിയയ്ക്കൊക്കെ അറിയാം, ബെൻസ ബ്രദറിന് അറിയാം, ഡിറ്റോ ബ്രദറിനൊക്കെ അറിയാവുന്ന പ്രിയ അജയ് പാസ്റ്ററുമായിട്ട് 2012 മെയ് 24-ാം തീയതി വിവാഹം സർവശക്തനായ ദൈവം നടത്തുവാനിടയായി. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പാസ്റ്റർ എന്നോട് പറയുമായിരുന്നു, ജാസ്മിൻ, ഒരു ജോലിയേക്കാൾ ഉപരി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം, അനേകരെ ക്രിസ്തുവിൽ നേടണം, അനേകരോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കണം. ഈ ലോകത്തേക്കാൾ വിലയുള്ള, ഈ ലോകത്തിലെ പദവികളേക്കാൾ, ലോകത്തിലെ സമ്പത്തിനേക്കാൾ വിലയേറിയ ആത്മാക്കളാണ് നമ്മുടെ മുൻപിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ വചനവുമായി പോകണം, കർത്താവിൻ്റെ വചനവുമായി നിൽക്കണമെന്ന് പാസ്റ്റർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് ഒന്നും അതിൻ്റെ അർത്ഥം ആഴത്തിൽ പിടികിട്ടിയില്ല. പക്ഷേ കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായി എന്നെയും തിരഞ്ഞെടുത്ത് ആ കർത്താവിൻ്റെ ആ വലിയ ദൗത്യത്തിൽ എന്നെ നിർത്തിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഈ സമയം എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുക. കൂടുതലൊന്നും അറിയില്ലെങ്കിലും പ്രാർത്ഥിക്കാനേ അറിയുള്ളൂ, പാട്ടുപാടാനേ അറിയുള്ളൂ, അല്ല ഒരു കൊച്ചു വചനമാണോ പറയാൻ അറിയാവുന്നത്, അല്ല ഒരാളെ സപ്പോർട്ട് ചെയ്യാനാണോ അറിയാവുന്നത്, അതിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ വിമൻസ് ഫെലോഷിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇന്നു മുതൽ തുടങ്ങുന്ന ഈ കൃപയുടെ കൂട്ടവകാശികൾ എന്ന ടൈറ്റിലിൽ ആരംഭിക്കുന്ന ഈ സഹോദരിമാരുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളുടെ ഓരോ കോർണറുകളിലേക്കും, ദേശത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അനേക കുടുംബങ്ങളിലേക്ക്, അനേക സഹോദരിമാരിലേക്ക്, തകർന്നു കിടക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളിലേക്ക്, ആമേൻ, ഇതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ കൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിലോമീറ്ററുകൾ മൈലുകൾക്കപ്പുറത്ത് സഞ്ചരിക്കുവാൻ കഴിവുള്ള, മേഘപടലങ്ങളെ കീറുവാൻ കഴിവുള്ള, അന്തരീക്ഷ മണ്ഡലങ്ങളെ ഭേദിക്കുവാൻ കഴിവുള്ള, പൈശാചിക മണ്ഡലങ്ങളെ നിർവീര്യമാക്കുവാൻ കഴിവുള്ള ദൈവിക ശക്തി, ആമേൻ, സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിലൂടെ അത് തീയായി, അത് കാറ്റായി, അത് ഊർജമായി, അത് എനർജിയായി, ആമേൻ, അത് ദൈവശക്തിയായി, അത് എഴുന്നേൽപ്പിക്കുന്ന, ആമേൻ, സ്തോത്രം, പടുത്തുയർത്തുന്ന
കെട്ടിപ്പടുക്കുന്ന ദൈവശക്തിയായി അത് ചലിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവ് അതിനായി ആമേൻ ഈ സമയം പ്രിയപ്പെട്ട സഹോദരിമാരെ ഉപയോഗിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ ദൈവവചന സന്ദേശത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപായി ആമേൻ ഒരു പാട്ടിൻ്റെ ഈരടി പാടി ആമേൻ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, എൻ്റെ ഹൃദയത്തെ പലപ്പോഴും ചലിപ്പിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാട്ടിൻ്റെ ഈരടി നിങ്ങളോടൊപ്പം ചേർന്ന് പാടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകനൻ താങ്ങും തണലുമായി, അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ഹല്ലേലൂയ. ഈ സമയം എത്ര പേർക്ക് ആ പാട്ടിനോട് കൂടെ ചേർന്ന് പറയുവാൻ കഴിയും, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്തു ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ യുവർ പ്രീഷ്യസ് പ്രസൻസ്. Thank you, Father, mighty Lord, mighty Jesus, for your loving, for your affection, for your kindness upon us. Thank you, mighty Jesus. Thank you, Lord. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഓ റബാലബ. ആമേൻ. ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയപ്പാ. കർത്താവേ, ഈ സമയം അങ്ങയുടെ വചനം തുറക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആമേൻ, ആത്മാവിൻ്റെ
ചൈതന്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഈ സമയം ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെ മേലും എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യാപരിക്കേണ്ടതിനായി ഈ സമയം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവികമായ ചൈതന്യം, ദൈവികമായ നിറവ് ഞങ്ങളുടെ മേൽ നൽകുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മുഴുവൻ മഹത്വം, അങ്ങയുടെ മുഴുവൻ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ ബലപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമാക്കി നമുക്ക് ആമേൻ 1-2 വചനങ്ങൾ വായിക്കാം. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. ആമേൻ. ഞാൻ തന്നെ വായിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അതിനോട് കണക്ട് ചെയ്ത് മറ്റൊരു വചനവും കൂടെ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവൻ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേദകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്താകുന്നു. അമേൻ. ഈ 2 ദൈവവചനങ്ങളെ അമേൻ കണക്ട് ചെയ്ത് ചില ചിന്തകൾ, ചില ദൈവിക ദൂതുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതെ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 38-ൽ നാം വായിച്ചത് ഇങ്ങനെയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദിയല്ല, നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ. നമുക്ക് അറിയാം, സ്തോത്രം, ഒരു ചെറിയ തോടിനെ കുറിച്ച് നമുക്കറിയാം, പുഴയെക്കുറിച്ച് അറിയാം, തടാകങ്ങളുണ്ട്, ചെറിയ അരുവികളുണ്ട്, ചെറിയ കുളങ്ങളുണ്ട്, കിണറുകളുണ്ട്, നദികളുണ്ട്. എന്നാൽ പല നദികൾ ഒന്നിച്ചു ചേർന്ന് അത് സംഗമിച്ച് ആ നദികളെല്ലാം കൂടെ ഒഴുകിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ഓഷൻ അല്ലെങ്കിൽ സീ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ കുളമല്ല നദി, ഒരു കിണറല്ല നദി, ഒരു കൊച്ചരുവിയുമല്ല നദി. ആമേൻ. നദിക്ക് വലിയ ഒഴുക്കുകളുണ്ട്. നദി ഒഴുകുന്നതാണ്, നദി ഒഴുകുന്നതാണ്. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ന്റെ ആരംഭത്തിൽ കൊടുക്കുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു തോട്ടം കാണിക്കുന്നുണ്ട്, ദ ഗാർഡൻ ഓഫ് ഏദൻ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തമ ഗീതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശലോമോൻ്റെ അധരത്തിൽ കൂടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ സഹോദരി, എൻ്റെ കാന്തി, നീ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. അവൻ കർത്താവ് ആ തോട്ടം പറയുന്നത് ദൈവസഭയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവസഭ അല്ലെങ്കിൽ കർത്താവ് മൂലക്കല്ലായി പണിതുയർത്തിയിരിക്കുന്ന ദൈവസഭ ഒരു തോട്ടത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. അവൻ തുറന്നു കിടക്കുന്നതോ വേലിയില്ലാത്തതോ ബൗണ്ടറികളില്ലാത്തതോ അവൻ എങ്ങനെയുള്ളവർക്കും വന്നു കയറി പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവൻ ഏതും നാശം വിതയ്ക്കുന്ന സാഹചര്യങ്ങൾക്കും വന്നു കയറി പോകാൻ പറ്റുന്ന ഒന്നായിട്ടല്ല ദൈവസഭയെ ദൈവം കണ്ടിരിക്കുന്നത്. അത് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ.
സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നിന്റെ അധ്വാന ഫലം നീ തിന്നും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒരു ചെറിയ തോട്ടത്തെ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഭാര്യയെ ഫലപ്രദമായ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നു. എന്താണ് മുന്തിരിവള്ളിയുടെ പ്രത്യേകത? അവൻ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ ഭാര്യമാരെ, ക്രിസ്തുവിൻ്റെ അഭിഷക്തമാരെ, അവൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത് ഒരു നല്ല മുന്തിരിവള്ളിയായിട്ട്. എന്താ മുന്തിരിയുടെ പ്രത്യേകത? അമ്മേൻ മുന്തിരി തണുപ്പിക്കുന്നതാണ്, മുന്തിരി ചാറ് ആശ്വസിപ്പിക്കുന്നതാണ്, അത് അവൻ തണലേകുന്നതാണ്. അത് ആ ഒരു മുന്തിരി ചാറ് അല്പം കുടിച്ചാൽ ശരീരത്തിന് ഉന്മേഷം കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ആമേൻ സ്തോത്രം, വേദനയിൽ ഇരിക്കുന്നവർക്ക്, തകർച്ചയിൽ ഇരിക്കുന്നവർക്ക്, ഭാരത്തിൽ ഇരിക്കുന്നവർക്ക്, പ്രയാസത്തിൽ ഇരിക്കുന്നവർക്ക്, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക്, ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മതിൽ കെട്ടിനകത്ത് ജയിലറകൾക്ക് കിടക്കുന്നവർക്ക്, അവരവർ തന്നെ ജയിലറകൾ ഉണ്ടാക്കി പ്രോബ്ലം ജയിലിനകത്ത് കിടക്കുന്നവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നല്ലൊരു മുന്തിരിവള്ളിയായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആശംസിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുടുംബത്തിലെ തലമുറകളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. എന്താണ് ഒലിവിന്റെ പ്രത്യേകത? സ്തോത്രം, they can withstand the high flood. എത്ര വലിയ പ്രളയം ഉണ്ടായാലും ഒലിവിന് അതിനെ അതിജീവിക്കുവാൻ കഴിയും. നമുക്കറിയാം, നോഹയുടെ കാലത്ത് വലിയ പ്രളയമുണ്ടായി. പ്രളയത്തിന്റെ അനന്തരം നോഹ പക്ഷികളെ പുറത്തുവിട്ടു, കാക്കയെ പുറത്തുവിട്ടു. സ്തോത്രം, കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവിനെ പുറത്തുവിട്ടപ്പോൾ പ്രാവ് മടങ്ങി വരുന്നത് വെറുതെ അല്ല, അതിൻ്റെ ചുണ്ടിൽ ഒരു പച്ച ഒലിവില ായിട്ടാണ് മടങ്ങി വരുന്നത്. അതിൽ തന്നെ നമുക്ക് വ്യക്തമല്ലേ? സ്തോത്രം, പ്രളയാനന്തരം തകർന്നു പോയ ആ മണ്ണിനകത്ത് ഒത്തിരി മൃതശരീരങ്ങൾ അഴുകി തുടങ്ങിയ, ജീർണിച്ചു തുടങ്ങിയ സ്തോത്രം, വലിയ വൻമരങ്ങൾ കടപുഴകി വീണ് ജീർണിച്ചു തുടങ്ങിയ സ്തോത്രം, ആ സാഹചര്യത്തിനകത്തു നിന്നും ഈ ഒലിവ് മാത്രം ചീഞ്ഞു പോകാതെ, അതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകാതെ ആ ഒലിവ ഇലയുമായിട്ട് പ്രാവ് മടങ്ങി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറകൾ ഒലിവ് തൈകൾ പോലെ ആകട്ടെ. സ്തോത്രം, ഒരു കൊച്ചു ഒലിവ് തൈക്കകത്ത് നിന്ന് സ്തോത്രം, they will give more and more olive trees. അതായത് ഒരു കുറ്റി മതി, ആ ഒരു കുറ്റിയിൽ നിന്ന് ധാരാളം ഒലിവ് തൈകൾ പുറപ്പെടുന്നത് പോലെ സ്തോത്രം, നമ്മുടെ തലമുറകളിലൂടെ, നമ്മിലൂടെ, ക്രിസ്തുവിന്റെ തലമുറകളായി നിൽക്കുന്ന, ക്രിസ്തുവിന്റെ പത്രങ്ങളായി നിൽക്കുന്ന നമ്മിലൂടെ അനേക ഒലിവ് തൈകൾ ദൈവസഭയ്ക്കകത്ത് പുറത്തു വരട്ടെ, ദൈവരാജ്യത്തിനകത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ പുറത്തു വരട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുകയാണ്. സ്തോത്രം, അവിടെ നാം വായിച്ചു, ഈ തോട്ടം നനയ്ക്കുവാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെടുകയാണ്. അത് 4 ശാഖകളായി പിരിയുന്നു. they divide into 4 branches. 4 ശാഖകളായിട്ട് പിരിയുന്നു. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ചിന് പറയുന്ന പേര് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, പീശോൻ എന്ന് പേർ. പീശോൻ എന്ന് പേർ. ദാറ്റ് ഫസ്റ്റ് റിവർ, ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് റിവർ ഈസ് പീശോൻ. പീശോൻ എന്ന പദത്തിന്റെ അർത്ഥം മുന്നോട്ട് പായുന്നത്, അല്ലെങ്കിൽ സ്തോത്രം ഇൻക്രീസ് ഓർ ഫുൾ ഫ്ലോയിങ്. അപ്പോൾ സ്തോത്രം, മുന്നോട്ട് പായുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഫുൾ ഫ്ലോയിങ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മെക്കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറഞ്ഞു പോകണമെന്നല്ല, സ്തോത്രം, നമ്മൾ താഴ്ന്നു പോകണമെന്നല്ല, നാം താഴ്ച അനുഭവിക്കണമെന്നല്ല, നാം പരാജയപ്പെടണമെന്നല്ല, നാം വീണു പോകണമെന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം എന്നിൽ കൂടെ ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. യു ഷുഡ് ഇൻക്രീസ്, യു ഷുഡ് മൾട്ടിപ്ലൈ, യു ഷുഡ് ഫുൾ ഫ്ലോയിങ്. സ്തോത്രം, നിങ്ങൾ നിറഞ്ഞു വരണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ എല്ലാം നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. സ്തോത്രം, കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, സ്തോത്രം, തലയായ അവനിൽ നിന്നല്ലോ സ്തോത്രം ശരീരം മുഴുവൻ സന്ധികളാലും മജ്ജകളാലും
ചൈതന്യം ലഭിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ഏദനിൽ പുറപ്പെടുവിച്ച ഒന്നാമത്തെ നദിയുടെ ആ സൂചകത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറട്ടെ. നമ്മൾ കുറഞ്ഞു വരണമെന്നല്ല, തീർന്നു പോകണമെന്നല്ല, അസ്തമിക്കണമെന്നുമല്ല. അവൻ വളർന്നു വരണം ദൈവികമായ വളർച്ചയിൽ. സ്തോത്രം യു ഷുഡ് ഗ്രോ, യു ഷുഡ് ഗ്രോ, യു ഷുഡ് ഗ്രോ. മുന്നോട്ട് പോകണം, പുറകിലേക്കല്ല പോകേണ്ടത്. പിറകിൽ പലവിധ പ്രശ്നങ്ങൾ കണ്ടേക്കാം, പലവിധ സാഹചര്യങ്ങൾ കണ്ടേക്കാം, മുൻപോട്ട് പോകാൻ കഴിയാത്ത വെല്ലുവിളികൾ, തടസ്സങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിന്റെ മുൻപിൽ കണ്ടേക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും പുറകോട്ട് പോകുന്നവരായിട്ടല്ല, മുൻപോട്ട് പോകുന്നവരായി. ദാവീദ് പറയുന്നത് പോലെ ദാവീദിനോട് കൂടെ ചേർന്ന് ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയട്ടെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. മറ്റൊരു ഭാഗത്ത് സ്തോത്രം ഗ്രന്ഥകാരൻ എഴുതുകയാം, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അവൻ എൻ്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി സ്തോത്രം എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. ആമേൻ. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറുകയാ. നാം നിറഞ്ഞു വരണം, നാം വളരണം, ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കണം, ദൈവികമായ ചൈതന്യം പ്രാപിക്കണം, പുറകോട്ട് പോകരുത്. സ്തോത്രം പ്രശ്നങ്ങളെ നാം പുറകിൽ എറിഞ്ഞു കളയണം. പ്രശ്നങ്ങളെ ഒരിക്കലും മുൻപിൽ എടുത്തുകൊണ്ട് വെക്കരുത്. സ്തോത്രം നെവർ ഫോക്കസ് ഓൺ ദ പ്രോബ്ലംസ്, നെവർ ഫോക്കസ് ഓൺ ദ ഡിഫിക്കൽട്ടീസ്, നെവർ ഫോക്കസ് ഓൺ ദ ഒബ്സ്റ്റക്കിൾസ്. നെവർ ഫോക്കസ് ഓൺ ദ പ്രോബ്ലം ജയിൽസ്, നെവർ ഫോക്കസ് ഓൺ ദ സ്തോത്രം ഡിസാസ്റ്റേഴ്സ്, നെവർ ഫോക്കസ് ഓൺ ദ ഒരിക്കലും സ്തോത്രം അഗ്നി പോലെ തിളച്ചു മറയുന്ന പ്രശ്നങ്ങളിൽ ആകരുത് നമ്മുടെ കണ്ണുകൾ. മറിച്ച് കർത്താവിന്റെ വചനം നാം വായിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവിക ജീവനിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഊന്നൽ കൊടുക്കട്ടെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നദി, പീശോൻ എന്ന് പറയുന്ന നദി, ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു. സ്തോത്രം അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. എന്താണ് ഹവീലയുടെ പ്രത്യേകത? ഹവീല എന്ന പേരിന്റെ അർത്ഥം എന്താണ്? വേദന സഹിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉടയപ്പെട്ടെങ്കിലേ, തകരപ്പെട്ടെങ്കിലേ, കണ്ണുനീർ വീണെങ്കിലേ, സ്തോത്രം കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു പാത്രം ചീത്തയായി പോയിട്ടും അതിനെ നല്ലൊരു പാത്രമാക്കി തീർത്തതുപോലെ ഉടയുന്നുണ്ടോ, തകരുന്നുണ്ടോ, വേദന സഹിക്കുന്നുണ്ടോ, അപമാനം സഹിക്കുന്നുണ്ടോ, സ്തോത്രം പ്രശ്നങ്ങൾ നേർക്ക് കടന്നു വരുന്നുണ്ടോ, ശരങ്ങൾ പോലെ, അസ്ത്രങ്ങൾ പോലെ, സ്തോത്രം നീ അറിയാതെ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങൾ അറിയാതെ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കുകൾ ആരംഭിക്കുന്നുണ്ടോ, സ്തോത്രം. എന്നാൽ അതിനകത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തിൽ നിന്ന് പറയട്ടെ, ഹൗവീലായെ ആ വേദന സഹിക്കുന്ന മണ്ഡലത്തിൽ കൂടി ഒഴുകുന്ന മുന്നോട്ട് നയിക്കുന്ന സ്തോത്രം സോ പവർഫുൾ ആയിട്ടുള്ള ഫുൾ ഫ്ലോയിങ് ആയിട്ടുള്ള ഇൻക്രീസ് ചെയ്യിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തുല്യമായ പീശോൻ ഒഴുകപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ നിന്ന് പൊന്നു പുറത്തു വരും. സ്തോത്രം. വേദന സഹിക്കുന്ന ഈ ദേശത്തു കൂടി ഈ നദിയുടെ ഒരു ബ്രാഞ്ച് ഒഴുകിയപ്പോൾ അവിടെ പൊന്നുണ്ടായെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനം അതിനൊരു പ്രത്യേക പദം അതിനോട് കൂടെ ചേർത്ത് ഒരു ആഡ്വർബ് പോലെ സ്തോത്രം ഒരു ആഡ്ജക്റ്റീവ് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അപ്പോൾ ഉടയപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിന്ന്, തകർക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ണുനീർ വീണ കണ്ണുനീർ തുള്ളികൾ ഓരോന്നോരോന്നായി വീണ നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് ആളുകൾ തള്ളിക്കളഞ്ഞ, ഒന്നിനും കൊള്ളത്തില്ല, ഒരു കാശിനും കൊള്ളത്തില്ല, മാറ്റി നിർത്താനേ കൊള്ളത്തുള്ളൂ, സ്തോത്രം ഒരു പ്രയോജനവും ഇല്ലെന്ന് തള്ളിക്കളഞ്ഞ നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദിയാകുന്ന പീശോൻ ഒഴുകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് കൊള്ളരുതാത്ത ഒന്നല്ല, ശ്രേഷ്ഠമല്ലാത്തതൊന്നല്ല, മേന്മയില്ലാത്ത ഒന്നല്ല, മേൽത്തരമായ പൊന്നിന് തുല്യമായിട്ടൊന്ന് പുറത്തു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം ആലോചന പറയുകയാണ്.
അമേൻ. ഇന്ന് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തവർക്ക് മനസ്സിലാകും, ഇന്ന് 1 പവൻ ഗോൾഡിന് 40,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നോക്കുക, പൊന്നിന് വിലയുണ്ട്, എക്കാലത്തും പൊന്നിന് വിലയുണ്ട്. പൊന്ന് മേൽത്തരമാണ്. സ്തോത്രം. സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ കഷ്ടതയ്ക്കകത്ത് പറയുകയാണ്, സ്തോത്രം, നീ എന്നെ ശോധന കടിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സദൃശവാക്യത്തിൽ ശലോമോനിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ സ്തോത്രം തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്തോത്രം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഈ സമയം ആത്മാവ് ആരോടൊക്കെയോ ശക്തമായി ദൂത് പറയുകയാ, വിശ്വാസത്തിന്റെ പരിശോധന അത് തീക്കകത്തുകൂടി കടന്നു പോകുന്നത് പോലെയാ. പൊന്നൊരുപക്ഷെ ചോദിക്കുമായിരിക്കും, എന്തിനാ എന്നെ ഇതുപോലെ തീക്കകത്തിടുന്നത്? ഇത്രയും തീ എനിക്ക് വേണ്ടി എന്തിനാ തരുന്നത്? ഇത്രയും തീക്കകത്തിട്ടിട്ടും എന്തുകൊണ്ടാ എന്നെ ഇതുപോലെ അടിച്ചു പരത്തുന്നത്? തട്ടാൻ പറയും, ഹോ ഹേ ഗോൾഡ്. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നിന്നെക്കുറിച്ചൊരു രൂപമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് എന്നാണോ ഫിനിഷ്ഡ് ആകുന്നത്, അതുവരെ ഈ തീക്കകത്തുകൂടി ഞാൻ നിന്നെ കടത്തിവിടും. ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം ആത്മാവിൽ ചിലരോട് ദൂത് പറയുന്നു. അഗ്നി പരിശോധന, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന അനുഭവങ്ങൾ, തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ, മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ, ഇതിനകത്തുകൂടി കടന്നു പോകുമ്പോഴും ഈ സമയം ഹവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. ഞാൻ വേദന സഹിക്കുന്നുണ്ടെങ്കിലും, ഞാൻ പ്രതികൂലങ്ങൾക്കകത്തുകൂടിയ കടന്നു പോകുന്നെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പൊന്നിനേക്കാൾ മേന്മയായി സ്തോത്രം, പൊന്നിനേക്കാൾ ശ്രേഷ്ഠമായി എന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. സ്തോത്രം. ഇൻ ദ കിങ്ഡം ഓഫ് ദ ഹെവൻ, ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്ന് ഈ സമയം ആത്മാവിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവ് ഈ സമയം അതിനായി ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. സ്തോത്രം. ഗുൽഗുലുവും ഗോമേതകവും ആ 2 സബ്ജക്റ്റുകൾ വലിയ ആഴങ്ങളുള്ള സബ്ജക്റ്റാണ്. ഞാൻ ആ ഭാഗത്തെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് മാത്രം ഞാൻ കയറുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. അടുത്തത് 2ാമത്തെ ബ്രാഞ്ചിന് ഗീഹോൻ എന്ന് പേർ. 2ാമത്തെ ബ്രാഞ്ചിനെ കുറിച്ച് പറയുന്നു, അതിന് ഗീഹോൻ എന്ന് പേർ. സ്തോത്രം. ഗീഹോൻ എന്ന പദത്തിന്റെ അർത്ഥം സ്തോത്രം ഓവർഫ്ലോ അല്ലെങ്കിൽ ഔട്ട് ബ്രേക്കർ. ഓവർഫ്ലോ ഓർ ഔട്ട് ബ്രേക്കർ എന്താ? സ്തോത്രം. ഒന്നാമത് നാം ചിന്തിച്ചു, എന്നെ ഇൻക്രീസ് ചെയ്യിക്കുന്ന, എന്നെ ഗ്രോ ചെയ്യിക്കുന്ന, എന്നെ ഫുൾ ഫ്ലോ ചെയ്യിക്കുന്ന, എന്നെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന നദി, പരിശുദ്ധാത്മാവിന്റെ നദിയാകുന്ന പീശോൻ. 2ാമത്തേത് ഗീഹോൻ. സ്തോത്രം. അതിന്റെ അർത്ഥം ഓവർഫ്ലോ. ഓവർഫ്ലോ. സ്തോത്രം. ഞാൻ അതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഒരു ബക്കറ്റ്, ഒരു ടാപ്പ് തുറന്നിട്ട് ഒരു ബക്കറ്റ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു അതിൻ്റെ അടിയിൽ. സ്തോത്രം. ആദ്യം ആ ബക്കറ്റിനകത്തേക്ക് ആ വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ആ ശബ്ദം നമുക്ക് കേൾക്കാം. പക്ഷേ നിറഞ്ഞു വരും തോറും ആ വലിയ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നിറഞ്ഞു കഴിയുമ്പോൾ അത് വക്ക് ചിന്തി, സ്തോത്രം, അതിൻ്റെ ആ എഡ്ജ് ചിന്തി ആ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ആരംഭിക്കും. ദൈവവചനത്തിൽ നിന്ന് തന്നെ പറയട്ടെ. സ്തോത്രം. ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. സ്തോത്രം. 45-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ വേറൊരു ഭാഗം പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാകുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാകുന്നു. അപ്പോൾ സ്തോത്രം. ആത്മാവിൽ എത്ര പേർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ നദി
എൻ്റെ ജീവിതത്തിൽ ഒഴുകാൻ തുടങ്ങിയാൽ ആമേൻ സ്തോത്രം അതെവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയല്ല, ഒരു തടാകത്തിൽ കെട്ടിക്കിടക്കുന്നത് പോലെ, ഒരു കുളത്തിനകത്ത് കെട്ടിക്കിടക്കുന്നത് പോലെ അത് കെട്ടിക്കിടക്കുകയല്ല. ആമേൻ സ്തോത്രം. ആമേൻ ദൈവവചനം എഴുതിയിരിക്കുന്നത് പോലെ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ പോലെ അല്ല, ഒരു നദി ഒഴുകുന്നത് പോലെ ആമേൻ സ്തോത്രം ഔട്ട് ബ്രേക്ക് ചെയ്ത് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നദി എൻ്റെ അകത്തുകൂടി ഒഴുകുമെന്ന് ഈ സമയം എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് അതിനെ സ്വീകരിക്കുവാൻ പറ്റുന്നുണ്ട്? കർത്താവിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആമേൻ. അവൻ്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും നിറവ് പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ആമേൻ സ്തോത്രം ആ കർത്താവിൻ്റെ മഹത്വം, ആമേൻ, ദ ഗ്ലോറി ഓഫ് ദ ജീസസ്, കർത്താവിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ആമേൻ സ്തോത്രം. ഈ സമയം നമുക്കൊന്ന് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ സമയം നമുക്കൊന്ന് സ്വീകരിക്കാം. ആമേൻ സ്തോത്രം. അപ്പോൾ ആമേൻ നമ്മെ ഔട്ട് ബ്രേക്ക് ചെയ്യുന്ന, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകൾ ആമേൻ സ്തോത്രം, നമുക്ക് സ്തോത്രം ഓവർകം ചെയ്യാൻ പറ്റാത്ത മേഖലകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഓവർകം ചെയ്തു തരും. അവൻ എനിക്ക് സൊല്യൂട്ട് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അവൻ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പരിഹരിച്ചു തരും. അവൻ എൻ്റെ സഹായകനാണ്, അവൻ എൻ്റെ ആലോചനക്കാരനാണ്, അവൻ എന്നെ വഴി നടത്തും എന്ന് ആത്മാവിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഈ സമയം ആത്മാവിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. അതെ, ഈ ഗീഹോൻ കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു. കൂഷ് എന്ന പദത്തിന്റെ അർത്ഥം കരിഞ്ഞ മുഖമുള്ളത്. അപ്പോൾ നോക്കുക, കരിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ കരിഞ്ഞ ഒരു ചട്ടിയുടെ ആ ഒരു രൂപം നമുക്കറിയാമല്ലോ. എത്ര കരി ഉണ്ടെങ്കിലും സ്തോത്രം, എത്ര കരി പിടിച്ചതാണെങ്കിലും നല്ല രുചികരമായ മീൻകറിയും നല്ല രുചികരമായ ഇറച്ചിക്കറിയും നല്ല ചിക്കനും നല്ല ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മിക്കവാറും നല്ല കരിഞ്ഞ ചട്ടിക്കകത്താ, കരി പിടിച്ച ചട്ടിക്കകത്താ. സ്തോത്രം. ഒരു കാര്യം ഈ സമയം എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? സ്തോത്രം. ശൂലേമി പറയുന്നുണ്ടല്ലോ, സ്തോത്രം, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും, ഞാൻ കറുത്തവളെങ്കിലും സ്തോത്രം, വെയിലേറ്റ് എൻ്റെ മുഖം വാടിയിരിക്കാലും ഞാൻ സ്തോത്രം കേദാര്യ കൂടാരങ്ങളെ പോലെ അഴകുള്ളവളാകുന്നു. അപ്പോൾ ഈ സമയം ആത്മാവിൽ ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. സ്തോത്രം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട്, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ അകപ്പെട്ട്, മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അകപ്പെട്ട് സ്തോത്രം, ഞാൻ അല്പം ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇരുൾ നിറം പറ്റിയതുപോലെ ഉണ്ട്. സ്തോത്രം. എനിക്ക് അല്പം പ്രയാസങ്ങളൊക്കെയുണ്ട്. എൻ്റെ മുഖം നോക്കിയാൽ ചിലപ്പം വാടിയിരിക്കുന്നത് പോലെയൊക്കെ തോന്നാം. പക്ഷേ ശൂലേമി പറയുന്നത് പോലെ ഞാൻ അഴകുള്ളവളാകുന്നു. അതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എൻ്റെ അകത്തൊരു പ്രത്യേക തേജസ്സുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നദി എൻ്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകമായൊരു ഗ്ലോറി ഉണ്ട്. എൻ്റെ മുഖത്ത് ആ ദൈവ തേജസ് സ്ഫുരിക്കുന്നുണ്ടെന്ന് ഈ സമയം ആത്മാവിൽ എത്ര പേർ സ്വീകരിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്? അതെ, അവൻ യേശുവിൻ്റെ ക്രൂശ് ചുമന്ന സ്തോത്രം ശിമോൻ, സ്തോത്രം, കുറേനക്കാരനായ ശിമോൻ ഒരു കൂശ്യനായിരുന്നു ആ വ്യക്തി. സ്തോത്രം. അല്പനേരം ക്രൂശ് ചുമന്നതുകൊണ്ട് തൻ്റെ ജീവിതം പരാജയപ്പെടുകയല്ല ഉണ്ടായത്, തൻ്റെ കുടുംബം തകർന്നു പോകുകയല്ല ഉണ്ടായത്. മറിച്ച് സ്തോത്രം, തൻ്റെ 2 മക്കൾ അലക്സാണ്ടറും രൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായതുപോലെ ഒരാൾ ഗവർണർ, മറ്റൊരാൾ സ്തോത്രം ചർച്ചുകളുടെ ബിഷപ്പായി മാറിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കുക എന്ന് പറയുന്നത് അത് ലജ്ജയുടെ സ്തോത്രം മാർഗമല്ല. സ്തോത്രം. അത് നാണക്കേടിന്റെ മാർഗമല്ല, അത് അവഹേളനകളുടെ മാർഗമല്ല, മറിച്ച് അത് ജയത്തിന്റെ മാർഗമാണ്, അത് ഉയർച്ചയുടെ മാർഗമാണ്. സ്തോത്രം. പ്രയാസങ്ങൾ കണ്ടേക്കാം, ആപത്തുകൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവരുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. സ്തോത്രം. മാത്രവുമല്ല, ക്രൂശ് ഒരിക്കലും പരാജയത്തിന്റെ അല്ല, ക്രൂശ് അത് ജയത്തിന്റെ. സ്തോത്രം. ക്രൂശ് ഉണ്ടെങ്കിൽ ഒരു കിരീടവുമുണ്ട്. സ്തോത്രം. ഈ സമയം ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക, ഹൃദയത്തെ തൊട്ടുണർത്തുകയാ. കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ക്രൂശ് ചുമക്കുകയായിരിക്കാം, നീ ഇപ്പോൾ ക്രൂശ് വഹിക്കുകയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, ഈ ക്രൂശിനപ്പുറം ഒരു ഉയർച്ചയുണ്ട്, ഈ ക്രൂശിനപ്പുറം ഒരു വലിയ വിജയമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. അതിലെ മൂന്നാമത്തെ ആമേൻ സ്തോത്രം നദിയെക്കുറിച്ച് പറയുന്നു. അത് ഹിദ്ദേക്കൽ എന്ന് പേർ. ഹിദ്ദേക്കൽ ആമേൻ സ്തോത്രം. ആ ഹിദ്ദേക്കൽ എന്ന് ആ പറയുന്ന നദിക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം ദാറ്റ് ഈസ് സ്വിഫ്റ്റ് ഓർ ഡാർട്ടിങ്. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേൻ ഏതെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രശലഭം എത്ര വലിയ കാറ്റൂതിയാലും എത്ര വലിയ വെയിലുണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് അതിശക്തിയോടെ പറന്നുയരുന്നതിനാണ് പറയുക സ്വിഫ്റ്റിംഗ് ഓർ ഡാർട്ടിംഗ്. സ്തോത്രം. ആമേൻ സ്തോത്രം. മാത്രമല്ല ആ പറന്നുയരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആമേൻ സ്തോത്രം. ഇറ്റ്സ് ഫോർ എ പർപ്പസ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അവൻ ഒരു വേട്ടക്കാരൻ വല വിരിച്ചാൽ അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ ഒരുവൻ അമ്പ് തൊടുത്തുവിട്ടാൽ ആ അമ്പിനൊരു ലക്ഷ്യമുണ്ട്. ആ അമ്പ് ചെല്ലേണ്ടതായ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ സ്തോത്രം നദി, പരിശുദ്ധാത്മാവിൻ്റെ നദി ഉണ്ടെങ്കിൽ ആമേൻ അതിനൊരു പേർപ്പസ് ഉണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ആമേൻ സ്തോത്രം. ലോകം പറയും നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആമേൻ സ്തോത്രം. നീ എന്തിനാണ് ജനിച്ചത്? നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? യു ആർ എ വേസ്റ്റ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആമേൻ സ്തോത്രം, ഐ ഹാവ് എ പേർപ്പസ് അബൌട്ട് യു. ആമേൻ സ്തോത്രം. എനിക്കും നിന്നെ കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. ഐ ഹാവ് എ ഗോൾ അബൌട്ട് യു. ആമേൻ സ്തോത്രം. ഞാൻ നിന്നിൽ ചിലത് കാണുന്നു, ഞാൻ നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. എനിക്കും നിന്നെ ആമേൻ സ്തോത്രം ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. എനിക്കും നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. ആമേൻ സ്തോത്രം. നീ എന്റേതാണ്. അവൻ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല. ആമേൻ സ്തോത്രം. നീ ആരുമില്ലാത്തവനോ ആരുമില്ലാത്തവളുമല്ല, നീ എന്റേതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശു ഈ സമയം പറയുകയാണ്, ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പെറ്റമ്മ മറക്കട്ടെ, സഹോദരങ്ങൾ മറക്കട്ടെ, കൂട്ടുകാർ മറക്കട്ടെ, അവർ മാറി നിൽക്കട്ടെ. പക്ഷേ ആത്മാവിന്റെ നദിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ഈ സമയം എത്ര പേർ കയറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ കയറാൻ തയ്യാറാണ്? അവരോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഐ ഹാവ് എ പേർപ്പസ് അബൌട്ട് യു. ആമേൻ സ്തോത്രം. എനിക്കും നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഐ ഹാവ് എ ബിഗ് പ്ലാൻ അബൌട്ട് യു. ഐ ഹാവ് എ ബിഗ് പ്രോജക്റ്റ് അബൌട്ട് യു. അത് ലോകം കാണുന്നത് പോലെയല്ല, നിന്റെ കൂട്ടുകാർ കാണുന്നത് പോലെയല്ല, നിന്റെ ഹസ്ബൻഡ് കാണുന്നത് പോലെയല്ല, നിന്റെ വൈഫ് കാണുന്നത് പോലെയല്ല. ആമേൻ സ്തോത്രം. ഐ ഹാവ് മോർ ആൻഡ് മോർ. ഐ ഹാവ് മോർ ആൻഡ് മോർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് യു. ഈ സമയം എത്ര പേർ അത് റിസീവ് ചെയ്യുന്നുണ്ട്? ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, കൂടുതൽ മോർ ആൻഡ് മോർ. ലോകം പറയും ഇത് ഇവിടം വരെ മതി. ആമേൻ സ്തോത്രം. ലോകത്തിന്റെ പോളിസി അതാണ്, ഇവിടം വരെ മതി, ഇത്രയും മതി, ഇതിനപ്പുറത്തേക്ക് പോകണ്ട. പക്ഷെ ദൈവരാജ്യത്തിന്റെ പോളിസി മറ്റൊന്നാണ്. ആമേൻ സ്തോത്രം. 5 താലന്തേ കിട്ടിയുള്ളൂ, അവൻ വ്യാപാരം ചെയ്തു. ആമേൻ സ്തോത്രം. പറയും, നീ എന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക. ആമേൻ സ്തോത്രം. ഈ സമയം ആത്മാവ് സംസാരിക്കുന്നു. ആമേൻ സ്തോത്രം. ചിലരെ ദൈവത്തിന്റെ ആത്മാവിനെ അതിശക്തിയോടെ ഉപയോഗിക്കുവാൻ പദ്ധതിയുള്ള ഒരു കാലഘട്ടം ഇതാ തുറക്കപ്പെടാൻ പോകുന്നു. എ ന്യൂ ഇയറ. ആമേൻ സ്തോത്രം. എ ന്യൂ ചാപ്റ്റർ, എ ന്യൂ ലെസൺസ്. ആമേൻ സ്തോത്രം. വെയിറ്റ് ഫോർ യു. ആമേൻ സ്തോത്രം. എ ന്യൂ ലൈഫ്, എ ന്യൂ ലിവിംഗ് ലൈഫ്. ആമേൻ സ്തോത്രം. വെയിറ്റ് ഫോർ യു. ആമേൻ. എത്ര പേർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്? ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുരുത്തി, ഒരു പുതിയ വീഞ്ഞിന്റെ അനുഭവം, ഒരു പുതിയ സൃഷ്ടി. ഒരു പുതിയ വേര്, ഒരു പുതിയ തളിർപ്പ്, പുതിയ നാമ്പുകൾ, ഒരു പുതിയ ഫലത്തിന്റെ അനുഭവം. ചിലരിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ആഗ്രഹിക്കുകയാ. എത്ര പേർ ഇതാ കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുണ്ട്? കണ്ടു പരിചയിച്ചതോ, കേട്ടു പരിചയിച്ചതോ, ചെയ്തു പരിചയിച്ചതോ അല്ല. എ ന്യൂ വൺ, എ ഫ്രഷ് വൺ. സ്തോത്രം. ആത്മാവ് ചിലരിൽ കൂടെ ചെയ്തെടുക്കുവാൻ സ്തോത്രം ആഗ്രഹിക്കുന്നു. അതിനായി സമർപ്പിതരാകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഈ മൂന്നാമത്തെ നദി അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. അശൂർ ജയമുള്ളത്. സ്തോത്രം. ജയമുള്ളത്. അപ്പോൾ സ്തോത്രം പരാജയപ്പെടുത്തുവാൻ, സ്തോത്രം തകർത്തു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ പലതും ശ്രമിച്ചേക്കാം, പല സാഹചര്യങ്ങൾ ഉടലെടുത്തേക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിനക്കൊരു ജയമുണ്ട്.
പൗലോസ് അപ്പോസ്തലൻ പ്രതികൂലങ്ങളുടെ അകത്തും പ്രയാസങ്ങളുടെ അകത്തും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, അവൻ റോമൻ പട്ടാളം, റോമൻ ആർമി, അവൻ സ്തോത്രം, ഏതൊരു യുദ്ധം ജയിച്ചു വന്നാലും അവർ ആ നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് വന്നിട്ട് അവർ ഉണ്ടാക്കുന്ന വലിയ ഒരു ശബ്ദ അവൻ സ്തോത്രം ഘോഷമുണ്ട്, അവൻ വലിയൊരു ആരവമുണ്ട്. ആ ആരവം കണ്ടുകൊണ്ടാണ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നത്. അതെ, സമർപ്പിച്ചവരോട് ആത്മാവിന്റെ മുൻപാകെ, തിരുവചനത്തിന്റെ മുൻപാകെ, ദൈവവചനത്തിന്റെ ശക്തിയുടെ മുൻപാകെ സമർപ്പിച്ചവരോട് ആത്മാവ് ഈ സമയം ശക്തമായി സംസാരിക്കുന്നു. ഞാൻ നിന്നെ എൻ്റെ കൈയുടെ സ്തോത്രം നിഴലിൽ ഒളിപ്പിച്ച് നിന്നെ മൂർച്ചയുള്ള ഒരു അമ്പാക്കി മാറ്റും. അവൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഇടപെടുകയാ. ഞാൻ നിന്നെ പുതിയതും സ്തോത്രം മേന്മയേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ ഇടിച്ചു പൊടിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എത്ര വലിയ പർവ്വതമാണെങ്കിലും, എത്ര വലിയ കോട്ടകളാണെങ്കിലും, എത്ര വലിയ പൈശാചിക മണ്ഡലങ്ങളാണെങ്കിലും എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും വ്യാപരിക്കുന്ന ദൈവശക്തി അത് ചെറുതല്ല. ആമേൻ. അത് ചിലതിനെ ഉടയ്ക്കുന്നതാണ്, അത് ചിലതിനെ അവൻ തകർക്കുന്നതാണ്. ഈ സമയം ആത്മാവിൽ അത് കണ്ടുകൊണ്ട് അവൻ കർത്താവിന് മഹത്വം കൊടുക്കാനിടയാകട്ടെ. നാലാമത്തെ നദി, നാലാം നദി ഫ്രാത്താകുന്നു. നാലാം നദി ഫ്രാത്താകുന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് സ്വീറ്റ് ഓർ ഫ്രൂട്ട്ഫുൾ. മാധുര്യമേറിയത്, ഫ്രൂട്ട്ഫുൾ, ഫലം തരുന്നത്. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, വിശുദ്ധ ബൈബിൾ കൈകളിലുള്ളവർ അതൊന്ന് എടുത്താലും, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ ആറ്റരികെ വേരൂന്നിയും ഇരിക്കുന്നതുമായ വൃക്ഷം പോലെ യാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. റൂട്ടഡ് ഇൻ ദ റിവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാകുന്ന നദിക്കകത്താണോ നിന്റെ റൂട്ട്, നിന്റെ വേരോട്ടം. നീ അവിടെ നിന്നാണോ ഊർജം സ്വീകരിക്കുന്നത്? അവിടെ നിന്നാണോ ചൈതന്യം സ്വീകരിക്കുന്നത്? അവിടെ നിന്നാണോ നീ വളരപ്പെടുന്നത്? അവിടെ നിന്നാണോ നീ വളർച്ച പ്രാപിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. വരൾച്ച വന്നോട്ടെ, മരുഭൂമിയുടെ അനുഭവം വന്നോട്ടെ, ആരുമില്ലാത്ത അനുഭവം വന്നോട്ടെ, ഏകാന്തത വന്നോട്ടെ, ആരും സപ്പോർട്ട് ഇല്ലാത്ത അനുഭവം വന്നോട്ടെ, ആരും കൂടെ ഇല്ലാത്ത അനുഭവം വന്നോട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവവചനം എഴുതിയിരിക്കുന്നു, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അത് 1-ാം സങ്കീർത്തനത്തിലും സ്തോത്രം ഇങ്ങനെ തന്നെ ഒരു ഭാഗം നാം കാണുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദാറ്റ് ഈസ് സ്വീറ്റ് ഓർ ഫ്രൂട്ട്ഫുൾ ഓർ വണ്ടർഫുൾ. സ്തോത്രം. കഴിഞ്ഞ ദിവസം വരെ നോക്കിയപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ നോക്കിയപ്പോൾ ഒരു നന്മയുടെയും അടയാളങ്ങളില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഈ നിമിഷം മുതൽ സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഫലം കൊടുക്കാൻ പറ്റാതെ, ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റാതെ, നന്മ കാണിക്കാൻ പറ്റാതെ, അനുഗ്രഹത്തിൽ മുന്നേറാൻ പറ്റാതെ ആയിരുന്ന മേഖലകൾക്കകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ചൈതന്യം, അതിന്റെ ഒഴുക്ക് വെളിപ്പെട്ട് ചിലരുടെ അകത്ത് ഇതുവരെ വെളിപ്പെടാത്ത ഫ്രൂട്ട്സുകൾ, ഇതുവരെ വെളിപ്പെടാത്ത ഫലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ അത് സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ട്? ആമേൻ. കർത്താവിന്റെ വചനം, സ്തോത്രം. കർത്താവിന്റെ വചനം അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. ഇന്നലെ വരെ പ്രതികൂലങ്ങളായിരുന്നു. അതെ, ഇന്നലെ വരെ കൊയ്ത്തുകാലം ഒക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് ഓർക്കുമ്പോൾ ഇതാ യോർദാൻ തീരം കവിഞ്ഞൊഴുകുകയാണ്. കൊയ്തു വെച്ചിരുന്ന കച്ചകളെല്ലാം ഈ യോർദാൻ 2 കരകളിൽ നിന്നും ഒഴുകിക്കൊണ്ട്
കൊണ്ടുപോകുന്ന കാഴ്ചകളാ കണ്ടത്. പക്ഷേ ആത്മാവിന്റെ നദിയുടെ ചൈതന്യം അല്ല. ആമൻ സ്തോത്രം. അകത്ത് ദൈവസാന്നിധ്യം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ ആമൻ കരകവിഞ്ഞൊഴുകുന്ന, ഇന്നലെ വരെ ആമൻ കൊയ്തു വച്ചിരുന്ന കറ്റകളെ ഒഴുക്കിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്ന യോർദാനിൽ കാൽ കുത്തിയതും അവൻ യോർദാന്റെ ഒഴുക്കും നിന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവ് പറയുന്നു, വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചില വിഷയങ്ങൾ ആമൻ സ്തോത്രം. അവൻ അടിത്തട്ടിലെ ഒഴുക്ക് കാണാൻ കഴിയുന്നില്ല, മേൽത്തട്ടിലെ ഒഴുക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ആമൻ സ്തോത്രം. അവൻ അടിത്തട്ടിൽ കൂടെയും അവൻ മേൽത്തട്ടിൽ കൂടെയും നന്മകളെ ഒഴുക്കിക്കൊണ്ടുപോയത്, അനുഗ്രഹത്തെ കവർച്ച ചെയ്തു കൊണ്ടുപോയത്, ഉയർച്ചകളെ കവർച്ച ചെയ്തു കൊണ്ടുപോയത്, മിനിസ്ട്രിക്കകത്ത് മുന്നേറാൻ പറ്റാതെ എതിരായി നിന്ന ചില മണ്ഡലങ്ങളുടെ മേൽ അവൻ ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസിദാസന്മാരോട് ആലോചന പറയുകയാണ്. അവൻ നീ വിശ്വാസത്തോടെ കാലുകൾ എടുത്തു വയ്ക്കുക, നീ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, നീ വിശ്വാസത്തോടെ കമാൻഡ് ചെയ്യുക, നീ വിശ്വാസത്തോടെ ആജ്ഞാപിക്കുക. ചില ഒഴുക്കുകൾ നിൽക്കാൻ പോകുകയാ, ചിലതിനോട് ദൈവം സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. ആത്മാവിൽ എത്ര പേർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില മേഖലകളെ തൊട്ടുണർത്തുകയാ. അവൻ സ്തോത്രം. അവൻ നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അവൻ യേശു പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആമൻ സ്തോത്രം. അവൻ ഈ നദി ചെറുതല്ല. അവൻ യെഹെസ്കേൽ തന്റെ ദർശനത്തിൽ അതിന്റെ 47-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആമൻ സ്തോത്രം. അവൻ ഒരുവൻ 1000 മുഴം അളന്നു. ആ നദി അവൻ സ്തോത്രം എൻ്റെ നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. അത് മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെന്റെ അരയോളമായി. അവൻ എന്നെ കടക്കുമാറാക്കി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ആ നദിക്ക് അക്കരയും ഇക്കരയും അവൻ അനേകം വൃക്ഷങ്ങളുണ്ട്. ആമൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാ. ആമൻ മീൻ പിടിക്കാർ നിന്ന് വല വീശും, അവർക്ക് അവൻ വേണ്ടുവോളം കിട്ടും എന്ന് ആമൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ പറയുന്നു. ആമൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ. ആമേൻ. അവൻ ഇതിന്റെ ചുറ്റിലും ഇതിന്റെ അവൻ ഇരു കരകളിലും ആമൻ സ്തോത്രം ഫലവത്തായ വൃക്ഷങ്ങൾ തിങ്ങി വളരുന്നത് പോലെ. ആമൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫലവത്തായ ഫ്രൂട്ട്ഫുള്ളായ അവൻ റിസൾട്ട് തരുന്ന അവൻ സ്തോത്രം, അവൻ നെഗ്ലിജിബിൾ അല്ല, നെഗ്ലക്റ്റഡ് അല്ല. അവൻ സ്തോത്രം ഫ്രൂട്ട്ഫുള്ളായ സ്വീറ്റസ്റ്റ് ആയ അവൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് ആസ്വദിക്കത്തക്ക, ദൈവരാജ്യത്തിന് ഗുണം വരത്തക്ക, ദൈവരാജ്യത്തിന് മേൽത്തരവും ശ്രേഷ്ഠവുമായി മഹത്വകരമായ നിലവാരത്തിലേക്ക് ഒരു തലമുറയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അവൻ ഈ സമയം എത്ര പേർക്ക് എന്നോടുകൂടെ ചേർന്ന് സ്തോത്രം പറയുവാൻ കഴിയുന്നുണ്ട്? അവൻ യോഹന്നാൻ തൻ്റെ വെളിപ്പാടിൽ അവൻ ഇതാ ഒരു നദിയെ കാണുകയാ. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. നോക്കുക അവൻ സ്തോത്രം. അവൻ ഞാൻ സംസാരിച്ചത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആമേൻ സ്തോത്രം. ആ നദിയുടെ അക്കരയും ഇക്കരയും നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഞാൻ അതിന്റെ ആത്മീകാർത്ഥം മാത്രം ഞാൻ ഒന്ന് എടുക്കട്ടെ. 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കും. ആമേൻ സ്തോത്രം. വി ഹാവ് 12 months in a year. ആമേൻ. നമുക്ക് ഒരു വർഷം 12 മാസങ്ങളുണ്ട്. ഓരോ മാസവും അതത് ഫലം. ആമേൻ സ്തോത്രം. according to the God, amen, according to the God expected, according to the Holy Spirit needs. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ആമേൻ സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആ ദൈവരാജ്യത്തിനകത്ത് നാം എങ്ങനെ നിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതേ വിധത്തിൽ ആ ഓരോ മാസങ്ങളിലും അതത് ഫലം കായ്ച്ച് അതത് ഫലം കൊടുക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
അമേൻ. ആത്മപകർച്ച കോട്ടയം യൂത്ത് പ്രയർ ഫെലോഷിപ്പിനെ ഇനിയും അനുഗ്രഹിക്കട്ടെ. കൃപയുടെ കൂട്ടവകാശികൾ ആമൻ സ്തോത്രം. ആമൻ ഈ ക്യാപ്ഷനകത്തുള്ള ഈ ശീർഷകത്തിലുള്ള എല്ലാ ദൈവദാസിദാസന്മാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആശംസിക്കുകയാണ്. ആമൻ സ്തോത്രം. വൃക്ഷം മാത്രമല്ല അവിടെ ഉതകുന്നത്, വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതേ സ്തോത്രം. ക്രിസ്തുവിൽ ആമൻ ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ വരങ്ങളും കൃപാവരങ്ങളും അവൻ ആത്മാവിന്റെ ഫലവും ഒന്നിച്ചു കൊണ്ടുപോകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം അതിനെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. ഈ സമയം ആത്മാവിൽ അവൻ എത്ര പേർക്ക് ഇത് സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട്? ഈ സമയത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആമേൻ സ്തോത്രം ആത്മാവിൽ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. അവരവർ അവരുടെ ക്രൂശ് ആമേൻ സ്തോത്രം തന്നെ ചുമക്കുക. അതിന്റെ അർത്ഥം ഒരു ലോഹം കൊണ്ടോ ഒരു മരം കൊണ്ടോ ആമേൻ സ്തോത്രം അല്ല, ഒരു മരത്തടി കൊണ്ടോ ഒരു കമ്പ് കൊണ്ടോ ഒരു ക്രൂശ് ഉണ്ടാക്കി ആമേൻ സ്തോത്രം ചുമന്നുകൊണ്ട് പോകണമെന്നല്ല. അവരവരുടെ ജീവിത സാഹചര്യങ്ങളാകുന്ന ക്രൂശ് അവരവർ തന്നെ ചുമക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം അവരവർ തന്നെ അതിനെ ചുമക്കുന്നവരായി ദൈവരാജ്യത്തിനകത്ത് ദൈവവചനത്തിന്റെ വെളിപ്പാടിനകത്ത് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് അത് കൈമാറി കൊടുക്കുന്നവരായി, ദൈവവചനത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി, ദൈവാലോചന കേൾക്കുന്നവരായി സ്തോത്രം. പെട്ടകം ചുമലിൽ ഇരിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം മറ്റൊന്നിലേക്കും ആമേൻ സ്തോത്രം ശ്രദ്ധ മാറ്റുവാൻ പറ്റത്തില്ല. കാരണം പെട്ടകം തോളിൽ ഇരിക്കുകയാ. പെട്ടകം താഴെ വീഴാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ കർത്തവ്യമാണ്, അവരവരുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം അവരവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ആഴം, അതിന്റെ ഗൗരവം, അവൻ അതിന്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അതിശക്തിയോടെ പ്രയോജനപ്പെടുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ 4 തലങ്ങൾ ദൈവം എനിക്ക് തന്ന ദൈവവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അവൻ ഈ സമയം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. എന്നെ കേൾക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് അവൻ ഇതിനകത്തുണ്ട്. അവൻ പ്രിയപ്പെട്ട യൗവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് അവൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. ആത്മാവിന്റെ നദി യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് പറഞ്ഞത് അവൻ താൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് 39-ാം വാക്യത്തിൽ പറയുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് അമ്മ വലിയ ശക്തിയോടെ വെളിപ്പെട്ടപ്പോൾ അവർ ആളുമാറുവാനിടയായി. അമ്മ സ്തോത്ര ഭയമുള്ളവർ ഭയമില്ലാത്തവരായി, ധൈര്യമുള്ളവരായി, ഉറപ്പുള്ളവരായി, ദൈവകൃപയുടെ ആഴം അവരോടൊപ്പം ചലിക്കുവാൻ തുടങ്ങിയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും അവനൊരു വലിയ തലമുറയെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ സമയം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നവർ കർത്താവിന്റെ പാദപീഠത്തിൽ ആമേൻ സ്തോത്രം അവരവരുടെ കണ്ണുകളെ അടയ്ക്കുക. പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. എല്ലാ കണ്ണുകളും ഈ സമയം ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സമയം എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന ദൈവസാന്നിധ്യത്തെ നന്നായി ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ?
ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. അത് പ്രിയരെ, നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിനകത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില മിനിറ്റുകൾ കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് പങ്കിടുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്ക് വരെ തുളച്ചു ചെല്ലുന്ന കർത്താവെ ആ ദൈവവചനം, ആ ദൈവവചനത്തിൻ്റെ ശക്തി കർത്താവെ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും, അവരുടെ ദേഹത്തിൻ്റെ മേൽ, അവരുടെ മാനസിക മണ്ഡലങ്ങൾക്കകത്തേക്ക്, അവരുടെ കുടുംബ അന്തരീക്ഷത്തിലേക്ക്, ഭവനത്തിൻ്റെ മുറികൾക്കകത്തേക്ക് അത് ചൈതന്യമായി, അത് ജീവനായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നദി സ്തോത്രം, അവൻ ഒഴുകുന്ന ഒരു അനുഭവം, നദികൾ ഒഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും നടത്തുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ദൈവകൃപ വ്യാപരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ഈ ഫേസ്ബുക്ക് പേജിൽ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പാസ്റ്റർ ഗ്ലാഡ്സൺ, കെസിയ ഗ്ലാഡ്സൺ, അവർ ബിലോഡ് ബ്രദർ ബെൻസൺ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരോടും, ഈ ഗ്രൂപ്പിലെ മറ്റെല്ലാ സഹകാരികളോടും ക്രിസ്തുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ.